ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ചാള വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചാള നല്ലതുപോലെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ പച്ചക്കുരുമുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തില്ലേ, അപ്പോൾ തന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളതിനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കിയതിന് ശേഷം ചട്ടി ഒന്ന് ചൂടാവുന്നതോട് കൂടിയിട്ട് ഒരു 4 ടീസ്പൂണ് മല്ലിപ്പൊടി, 4 ടീസ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു 10 നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം അത് ഓഫാക്കി കേട്ടോ. അതിനുശേഷം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താ വെച്ചാൽ ചട്ടി ചൂടുള്ളതാണെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. പിന്നെ ഞാനിത് നമ്മുടെ ഇത്രയും പോകുന്ന കോൽപ്പുളി, നമ്മുടെ വാളംപുളി ഒന്ന് എടുത്തിട്ട് ഞാനിതൊന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3 ചുവന്നുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തിള വന്നതിന് ശേഷം ഞാൻ നമ്മുടെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചാള ഞാൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ച് നമുക്ക് നല്ലതുപോലെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കി നോക്കാം. കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ കൂടുതൽ ചാറാവാൻ പാടില്ല, നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് പാടുള്ളൂ. അപ്പോൾ കൂടുതൽ കറി ഇതിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് നല്ല വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഞാൻ നമ്മുടെ ചുവന്നുള്ളി അരിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നതോട് കൂടിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മുടെ വറ്റൽമുളകും കൂടിയിട്ട്, വറ്റൽമുളക് ഞാനൊരു 2 എണ്ണം വറ്റൽമുളക് എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടതാണ്. അതും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ വറ്റിച്ചെടുത്തിട്ടുള്ള നമ്മുടെ മുളകൻ ചാറിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത്രയുള്ള സംഭവം വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ ഇത് ഇപ്പം തന്നെ കഴിക്കാൻ പാടില്ല. നമ്മൾ ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് ഇന്ന് രാത്രി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് അടച്ച് മൂടി വെച്ചതിന് ശേഷം നാളെ രാവിലെ എടുത്ത് വെച്ചിരിക്കുക. ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ പച്ചമുളകിൻ്റെ എരിവും പിന്നെ പുളി വെള്ളത്തിൻ്റെ ഒക്കെ കൂടി ഈ ചാളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഇതായിട്ട് വെച്ചിരിക്കുക നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ തയ്യാറാക്കി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് രാത്രിയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് തേങ്ങ അരച്ച് പാല് പിഴിയെ ഒന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.